ജൂലൈയിൽ ലോകം സാക്ഷ്യം വഹിച്ചത് രണ്ട് സുപ്രധാന നീക്കങ്ങൾക്കാണ്. ഒന്നാമത്തേത് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയത്. അടുത്തത് പലസ്തീൻ ഐക്യം സംബന്ധിച്ച് ബെയ്ജിംഗ് പ്രഖ്യാപനം. പലസ്തീനിലെ പ്രബല ശക്തികളായ ഫത്ഹും ഹമാസും ഒറ്റ കുടക്കീഴിലെത്തി. ആ അമ്പരപ്പിക്കുന്ന നീക്കം നടത്തിയതാകട്ടെ ലോകശക്തിയായ ചൈനയും. ലോക രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇടപെടണമെന്ന ചൈനീസ് തന്ത്രം രാജ്യങ്ങളെ അമ്പരപ്പിക്കുക തന്നെ ചെയ്തു. പലസ്തീനിലെ പ്രബല ശക്തികളാണ് ഹമാസും ഫത്ഹും. 2006 സംഘർഷങ്ങൾക്ക് ശേഷം ബദ്ധവൈരികളായി മാറിയ രണ്ട് സംഘടനകൾ. 2007 മുതൽ ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഹമാസിനാണ്. വെസ്റ്റ് ബാങ്കിൻ്റെ നിയന്ത്രണം ഫതഹ് നയിക്കുന്ന പലസ്തീൻ അതോറിറ്റിക്കും. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോഴും പലസ്തീനിൽ രക്തപ്പുഴ ഒഴുകിയപ്പോഴും ഒരുമിക്കാത്തവരെയാണ് ചൈന പരസ്പരം ഹസ്തദാനം നൽകിയത്. അതായത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തീവ്രവാദികളെന്ന് മുദ്രകുത്തിയ ഹമാസിനെ ചൈന അംഗീകരിക്കുന്നു. സഖ്യരാജ്യമായ റഷ്യ അംഗീകരിക്കുന്നു. ഹമാസിനെ തീവ്രവാദ സംഘടനയായി കാണുന്നില്ലെന്ന് ചൈന ഉറക്കെ പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, ഫലസ്തീൻ പ്രശ്നത്തിൽ ഒരു രാഷ്ട്രീയ ശക്തിയുണ്ടെങ്കിൽ അത് ഹമാസ് ആണെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അമേരിക്കയ്ക്കും യൂറോപ്യൻ ശക്തികൾക്കുമുള്ള വലിയ പാഠം തന്നെയാണിത്. ബെയ്ജിംഗ് പ്രഖ്യാപനം കഴിഞ്ഞു, ഇനി എന്ത് എന്നാണ് ലോകരാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഹമാസിന് ഭാവിയില്ലെന്ന ഇസ്രായേലിൻ്റെ പ്രസ്താവന തന്നെയാണ് ആ ചോദ്യത്തിന് കാരണവും. അതിനൊരു ഉത്തരം കണ്ടെത്താൻ നോക്കിയാൽ തെളിയുന്ന സാധ്യതകൾ ഇങ്ങനെയാണ്. കമല ഹാരിസിനെ തള്ളി അമേരിക്ക വീണ്ടും ട്രംപിനെ തെരഞ്ഞെടുത്താൽ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യത നിരീക്ഷകർ കാണുന്നുണ്ട്. രണ്ടാമത്തേത്, ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുമോ? അതിന് തയ്യാറായാൽ തന്നെ എത്ര കാലം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന ചോദ്യമാണ്. കാരണം ചൈനയുടെ ഇടപെടലിനെ തള്ളുകയാണ് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത്. ഹമാസിനെ നശിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും വെടിനിർത്തലിന് ശേഷം ഗസ ഭരണത്തിൽ ഹമാസിന് ഏതെങ്കിലും വിധത്തിൽ പങ്കുണ്ടെങ്കിൽ അതിനെ എതിർക്കുമെന്നും നെതന്യാഹു പറയുന്നു. എന്നാൽ നെതന്യാഹു ആവർത്തിക്കുന്ന ഈ നിലപാടിന് മറ്റൊരു വശം കൂടിയുണ്ട്. അതാണ് ചൈനയുടെ നീക്കത്തിന് പിന്നിലെന്നാണ് നിഗമനങ്ങൾ. ഗസയിൽ കൂട്ടക്കൊല തുടരുമ്പോഴും ഹമാസിന് ജനങ്ങളുടെ പിന്തുണ തുടരുന്നു എന്നത് പരോക്ഷമായി ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഹമാസിനെ തുടച്ചു നീക്കാനാവില്ലെന്ന് അവർ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധം ഇസ്രായേൽ സൈന്യത്തിന് കനത്ത നാശമുണ്ടാക്കിയതോടെ സൈന്യത്തിൽ ചേർന്ന് പോരാടാൻ ആളെ കിട്ടാത്ത സാഹചര്യമാണെന്ന് ഹാരറ്റ്സ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി റിസർവ് സൈനികർ ഗസയിലേക്ക് സൈനിക സേവനത്തിന് വിസമ്മതിച്ചിട്ടുമുണ്ട്. 100 കണക്കിന് റിസർവ് സൈനികർ തങ്ങളുടെ കമാൻഡർമാരെ അറിയിക്കാതെ വിദേശത്തേക്ക് കടന്നു. അടുത്തത് യുദ്ധമുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം. ഇസ്രായേലിൻ്റെ സാമ്പത്തിക അടിത്തറ ഇളക്കിക്കഴിഞ്ഞുവെന്നതാണ്. യുദ്ധം തുടങ്ങും മുമ്പ് ഓരോ മാസവും 3 ലക്ഷത്തിലധികം സന്ദർശകർ ഇസ്രായേലിൽ എത്തിയിരുന്നു. ഇപ്പോൾ അത് ഏതാണ്ട് 0 വിമാനക്കമ്പനികൾ ടെൽ അവീവിലേക്ക് അവരുടെ ഭൂരിഭാഗം ഫ്ലൈറ്റുകളും റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്തു. അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ 45% പൊതുജനങ്ങളും ഈ യുദ്ധത്തിലോ യുദ്ധം അവസാനിച്ചതിന് ശേഷമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തങ്ങളെ കാത്തിരിക്കുന്നുവെന്ന് ഭയപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാവാനുള്ള സാധ്യതയാണ് ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെ ആക്രമണം നിർത്തിയാൽ ഗസയിൽ ഇടക്കാല ദേശീയ ഐക്യ സർക്കാർ രൂപീകരിക്കപ്പെടും. പുതിയ പലസ്തീൻ നാഷണൽ കൗൺസിലിന് കീഴിൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പിനും രാജ്യം സാക്ഷ്യം വഹിക്കാം. ഏതായാലും ഐക്യ സർക്കാർ എന്നത് പലസ്തീൻ രാഷ്ട്രീയത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ മാത്രമല്ല, അവരൊന്നിച്ചു നിന്നാൽ വിദൂര ഭാവിയിലും അത് പലസ്തീൻ എന്ന കുഞ്ഞു രാഷ്ട്രത്തിന് പുതുചേതനയാവുമെന്നത് തീർച്ച.